മന്ത്രിയെ ആക്രമിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ സെൻസേഷനായ സംഭവമാണ്. പക്ഷേ വീണ ജോർജിൻ്റെ കാര്യത്തിൽ ഉണ്ടായ ഒരു പ്രശ്നം, എം വി ജയരാജൻ ഒരു വിഷ്വൽ കാണിച്ചിട്ട് ഒരു കറുത്ത ഷർട്ട് ധരിച്ചയാൾ മന്ത്രിയെ ആക്രമിച്ചു എന്ന് പറയുന്നുണ്ട്. നിർഭാഗ്യവശാൽ അത് മന്ത്രിയുടെ ഗൺമാനാണ്. മന്ത്രിയുടെ തന്നെ ഗൺമാനാണ്. മന്ത്രിയെ ചുറ്റും വളഞ്ഞു നിന്നിട്ട് പോലീസുകാർ അവരെ മുന്നോട്ട് വിടാതെ വളഞ്ഞ് പൂട്ടിടുന്നുണ്ട്. അതിലൊരു വനിതാ പോലീസുണ്ട്. അവരുടെ കൈ മന്ത്രിയുടെ കഴുത്തിലാണുള്ളത്. അപ്പോൾ ഈ ഒരു ബലം പ്രയോഗിച്ച് മന്ത്രിയെ പിടിച്ചു വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കഴുത്തിന് ക്ഷതം വരാം. നിർഭാഗ്യവശാൽ മന്ത്രിയുടെ നിർഭാഗ്യത്തിന് KSU പ്രവർത്തകരാരും മന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നതിൻ്റെ ഒരു വിഷ്വലും CCTVകളിലൊന്നും കാണാനില്ല. അത്രയേറെ പോലീസുണ്ട്. ആ പോലീസ് വലയം ഭേദിച്ചിട്ട് KSUക്കാർക്ക് അവിടെ എത്താനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീണ ജോർജ് അതിനുശേഷം വളരെ ആരോഗ്യവതിയായി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലെത്തി വന്ദേ ഭാരത് കയറാൻ വേണ്ടി കാത്തു നിന്നു. അവിടെ സ്പീക്കർ ഷംസീർ ഉണ്ടായിരുന്നു. ഷംസീറിനെ കണ്ടതിന് ശേഷമാണ് അവർക്ക് കഴുത്തുവേദന തുടങ്ങിയത്. എന്തായാലും സംശയമായ ഒരു കാര്യമാണ്. അപ്പോഴേക്കും അവർ മുഖ്യമന്ത്രിയെ വിളിക്കുന്നു. തീർച്ചയായിട്ടും അതിനിടയിൽ വന്ന ഒരു പുതിയ തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കഴുത്ത് പിടിച്ച് തിരിച്ചു എന്നൊക്കെ MV ഗോവിന്ദമാഷ് പറയുന്ന സംഭവത്തിലേക്ക് പോകുന്നത്. സത്യത്തിൽ നിലവിൽ പുറത്തു വന്നിട്ടുള്ള വിഷ്വലുകളിലൊന്നും ഏതെങ്കിലും KSUക്കാർ അവരുടെ അടുത്ത് ചെല്ലുകയോ കൈ പിടിച്ച് തിരിക്കുകയോ കഴുത്ത് പിടിച്ച് ഞെക്കുകയും ചെയ്തതിൻ്റെ യാതൊന്നും കാണാനില്ല. തെളിവുകളൊന്നും ഇപ്പോൾ ഇല്ല.